നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാളാക്കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മേലൂർ പുഷ്പഗിരിയിൽ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. നിലവിളക്കുകളും ഓട്ടുരുളിയും പാത്രങ്ങളും നഷ്ടപ്പെട്ടു. അളകപ്പനഗർ പഞ്ചായത്തിലെ പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം. പടുക്കപ്പറമ്പ് തടയണിക്ക് സമീപം വെളിയത്തോടിന്റെ ബണ്ട് തകർന്നതാണ് കാരണം. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. നിരവധി രോഗികൾ ആശങ്കയിൽ. സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് ലഭിച്ച കെ ഹരിതയെ യൂത്ത് കോൺഗ്രസ് ആദരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. മാളാക്കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. തിരുമുക്കളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഭവം. തുടർന്ന് യോഗത്തിൽ തർക്കമുണ്ടായി. സംഭവം വിവാദമായതോടെ പരിപാടി നടത്തുവാനുള്ള അനുമതി പോലീസ് നിഷേധിക്കുകയായിരുന്നു. സംഘടനയിൽ BJP, RSS ആശയങ്ങൾ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരുമുക്കളം കരയോഗത്തിന്റെ പേരിൽ ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് തിരുമുക്കളം NSS ഭജന മണ്ഡപത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഫോട്ടോ വെച്ച് അല്ലാതെ നിങ്ങൾ എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ സ്കൂളിലെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. കൂടിയോ ഞങ്ങൾ പരിപാടി നടത്തും. ഏത് കൈയല്ല ഞങ്ങളവിടെ കയറി. ഞങ്ങളവിടെ കയറി ആൾക്കാരാണോ? NSS ആൾക്കാരാണ്. അല്ല മേലൂർ പുഷ്പഗിരിയിൽ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു. മേലൂർ സ്വദേശി പ്രജീഷിന്റെയും സിബിയുടെയും മകൾ ശ്രീനന്ദയാണ് മരിച്ചത്. +1 പ്രവേശനത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു. പുഷ്പഗിരിയിലെ അമ്മ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. +1 പ്രവേശനം ലഭിക്കാത്ത മനോവിഷമത്തിലാണെന്ന് പറയുന്നു. ഇന്നലെ വൈകിട്ട് 3:30യോടെയാണ് സംഭവം. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. നിലവിളക്കുകളും ഓട്ടുരുളിയും പാത്രങ്ങളും നഷ്ടപ്പെട്ടു. കൊറ്റംകുളം കിഴക്ക് SSDP സമാജം ക്ഷേത്രത്തിനടുത്ത് മാഞ്ഞോളി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ വിദേശത്താണ്. ശനിയാഴ്ച രാവിലെ ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ മുറികളിലെ അലമാരകളെല്ലാം കുത്തിത്തുറന്ന നിലയിലാണ്. സാധനങ്ങളെല്ലാം വലിച്ചുവാരി ഇട്ടിട്ടുണ്ട്. മുറികളിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകൾ, ഓട്ടുരുളി, അലുമിനിയ പാത്രങ്ങൾ എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അളകപ്പനഗർ പഞ്ചായത്തിലെ പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം. പടുക്കപ്പറമ്പ് തടയണിക്ക് സമീപം വെളിയത്തോടിന്റെ ബണ്ട് തകർന്നതാണ് കാരണം. തോട് ഗതിമാറിയൊഴുകി സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ ജാതിയും തെങ്ങും കവുങ്ങുകളും കടപുഴകി. ചീരമ്പത്ത് രാമചന്ദ്രൻ, പതിയാരപ്പാട്ട് വത്സല എന്നിവരുടെ പറമ്പുകളിലാണ് കൃഷിനാശം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് തോടിന്റെ വശം തകർന്നത്.
പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തുന്ന തോടാണ് അപകട ഭീഷണി നേരിടുന്നത്. മഴ ശക്തമായാൽ തോടിന്റെ കൂടുതൽ ഭാഗം തകരാൻ സാധ്യത ഏറെയാണ്. നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ ഒഴുകുന്ന വെള്ളം വട്ടനാത്ര പാടശേഖരത്തിലേക്കാണ് എത്തുന്നത്. നീരൊഴുക്ക് കൂടിയാൽ പാടശേഖരത്തിന്റെ താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയുമുണ്ട്. തോടിന്റെ കുറച്ചു ഭാഗങ്ങൾ കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിച്ചുവെങ്കിലും അപകടാവസ്ഥയിലായ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തികൾ നടത്താതിരുന്നതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അധികൃതർ ഇടപെട്ട് തകർന്ന ബണ്ട് താൽക്കാലികമായി കെട്ടി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുളങ്ങുന്നത്കാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. നിരവധി രോഗികൾ ആശങ്കയിൽ. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയിൽ നിർണായകമായ ഡ്യൂട്ടി നിർവഹിക്കുന്ന പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലുള്ളവർ പരിചയസമ്പന്നരല്ലെന്നുള്ള വകുപ്പ് മേധാവിയായ കാർഡിയോ തറാസിക് സർജന്റെ നിലപാടാണ് ശസ്ത്രക്രിയകൾ 2 ആഴ്ചയിലേറെയായി നിലയ്ക്കാൻ കാരണം. ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുമ്പോൾ രോഗിയുടെ ജീവൻ സാധാരണ നിലയിൽ നിയന്ത്രിച്ചു നിലനിർത്തുന്നവരാണ് പെർഫ്യൂഷനിസ്റ്റുകൾ. ഹാർട്ട്, ലങ് മെഷീൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ടതും ഇവരാണ്. ആഴ്ചയിൽ 2 ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്ന ഇവിടെ 2 പെർഫ്യൂഷനിസ്റ്റുകൾ ഉണ്ട്. ഇതിലൊരാൾ PSC വഴിയും മറ്റേയാൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വഴിയും നിയമനം ലഭിച്ചവരാണ്. ഇതിൽ HDS വഴി നിയമിക്കപ്പെട്ട ആൾക്ക് പരിചയസമ്പന്നത ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയയിൽ റിസ്ക് എടുക്കാൻ ആവില്ലെന്ന് കാണിച്ച് വകുപ്പ് മേധാവി പ്രിൻസിപ്പാളിന് കത്ത് നൽകിയിരുന്നു. അതേസമയം വകുപ്പ് മേധാവിക്കെതിരെ ആരോപണവുമായി പെർഫ്യൂഷനിസ്റ്റുകളും മേലധികാരിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ അടങ്ങിയ ഈ കത്തുകളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിശദമായ അന്വേഷണം നടത്തി തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം നീളുന്നതിനാൽ ഓപ്പൺ ഹാർട്ട് സർജറി പുനരാരംഭിക്കുന്നത് അനിശ്ചിതത്വമായിരിക്കുകയാണ്. സീനിയോറിറ്റി പ്രകാരം ഓപ്പൺ ഹാർട്ട് സർജറി നിശ്ചയിക്കപ്പെട്ട 50ഓളം രോഗികളും ഇതോടെ ആശങ്കയിലാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലിലൂടെ എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാക്കിയാലേ നിർധനരായ നിരവധി രോഗികളുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഒഴിവാകുകയുള്ളൂ. സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് ലഭിച്ച K ഹരിതയെ യൂത്ത് കോൺഗ്രസ് ആദരിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് ലഭിച്ച K ഹരിതയെ യൂത്ത് കോൺഗ്രസ് മട്ടത്തൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആന്റോ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി, ബ്ലോക്ക് സെക്രട്ടറി സജീവൻ കൈപ്പിള്ളി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ലിനോ മൈക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ജൈനി സിജോ, സിന്ധു പ്രഭാകരൻ, ആദിൽ ഹുസൈൻ, ജെറിൻ മൽപാൻ, ശിവൻ വാസുപുരം, അനക് ജഗജീവൻ, അഞ്ചൽ KS എന്നിവർ പ്രസംഗിച്ചു. വാർഡ് പ്രസിഡന്റ് സിബി വാസുപുരം, കോൺഗ്രസ് പ്രവർത്തകരായ ദിനേശ് പുതുവത്ത്, രാജേഷ് ജോർജ് തെക്കൻ, അലൂഷ്യ ഗിൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 5 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9230 രൂപ, പവന് 73,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാളാക്കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗാ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം.
മേലൂർ പുഷ്പഗിരിയിൽ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. നിലവിളക്കുകളും ഓട്ടുരുളിയും പാത്രങ്ങളും നഷ്ടപ്പെട്ടു. അളഗപ്പനഗർ പഞ്ചായത്തിലെ പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം. പടുക്കപ്പറമ്പ് തടയണയ്ക്ക് സമീപം വെളിയത്തോടിന്റെ ബണ്ട് തകർന്നതാണ് കാരണം. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. നിരവധി രോഗികൾ ആശങ്കയിൽ. സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് ലഭിച്ച കെ ഹരിതയെ യൂത്ത് കോൺഗ്രസ് ആദരിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.